Hi everyone, this is Rinsi from Groww Malayalam channel. SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പം നിങ്ങൾ SIP ത്രൂ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ടൈമിങ്ങിനെ കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ക്യാഷിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 500 രൂപയ്ക്ക് വേണമെങ്കിൽ SIP നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളൊരു SIP സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ എത്ര നാളത്തേക്ക് ആ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഏത് ഡേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. അതുമാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് SIP നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം അല്ലേ. അതൊക്കെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് വോളറ്റിലിറ്റി കാരണം തന്നെ നമ്മൾക്ക് പലപ്പോഴും ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാറുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അത്ര റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. സോ നമ്മുടെ ഈ ഒരു ഇമോഷൻ ബേസ്ഡ് ഡിസിഷൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി SIP അപ്രോച്ച് ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ SIP ത്രൂ ഇക്വിറ്റി ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റുപ്പി കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് കിട്ടും. ഇപ്പം നിങ്ങളൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു റെഗുലർ ഇൻ്റർവെല്ലിലേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ മാർക്കറ്റ് ടൈമിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പല സ്റ്റോക്ക് മാർക്കറ്റ് ലെവലിലായിരിക്കും നിങ്ങൾ ഇവൻച്വലി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ മാർക്കറ്റ് ഹൈ ആണുള്ളതെങ്കിൽ ആ ഒരു സെയിം എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് കുറവ് യൂണിറ്റ്സ് മാത്രമേ വാങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ലോങ് റണ്ണിലേക്ക് നോക്കിയേ ഇക്വിറ്റി ഫണ്ടിൻ്റെ പർച്ചേസ് പ്രൈസ് നിങ്ങൾക്ക് ആവറേജ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഷോർട്ട് ടേം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ ഇമ്പാക്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ SIP ത്രൂ ഇക്വിറ്റി ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ റുപ്പി കോസ്റ്റ് ആവറേജിങ് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പവർ ഓഫ് കോമ്പൗണ്ടിങ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? സോ ഇത് നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. എന്താണ് ഈ SIP എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പോൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനെയാണ് ഈ SIP എന്ന് നമ്മൾ നോർമലി പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഓഫർ ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണിത്. അപ്പോൾ ഈ ഒരു SIP വഴി നിങ്ങൾക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഒരു റെഗുലർ ഇൻ്റർവെല്ലിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ SIP ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ഇൻ്റർവെല്ലാണ്. അതിപ്പോൾ വേണമെങ്കിൽ മന്ത്ലി ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്വാർട്ടർലി ആവാം, അങ്ങനെ ആവാം. പിന്നെ ചില അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് കോമൺ ആയിട്ട് SIP ഫ്രീക്വൻസി വരുന്നത് മന്ത്ലിയാണ്. ഇനിയിപ്പോൾ SIP ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാസത്തിൽ അല്ലെങ്കിൽ ക്വാർട്ടറിലൊക്കെ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഡേറ്റിനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇവിടെ ചില അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ ഒരു സ്പെസിഫിക് ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ചില അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളൊക്കെ മാസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഐഡിയലി പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യം നിങ്ങളുടെ സാലറി ഒക്കെ ക്രെഡിറ്റ് ആയി കഴിയുന്ന ദിവസം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതൊരു ഡേറ്റ് നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങൾ നോക്കണം, അതായത് SIP ഡേറ്റിൽ നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടോ എന്നുള്ളത്. ഇനിയിപ്പം SIP എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ SIP ത്രൂ മ്യൂച്വൽ ഫണ്ട് സ്കീമിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന എമൗണ്ട് ആണ്. അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്സ് അതുപോലെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങളുടെ SIP എമൗണ്ട് നിങ്ങൾ ചൂസ് ചെയ്യണം. ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മിനിമം 500 റുപ്പീസിൻ്റെ SIP ഇൻസ്റ്റാൾമെൻറ്റ് തുടങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഈ SIP എമൗണ്ടിന് ഒരു അപ്പർ ലിമിറ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ SIP സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് SIP സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ മന്ത് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസം വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ 2 ഇൻസ്റ്റാൾമെൻറ്റ് തമ്മിൽ 30 ദിവസത്തെ ഗ്യാപ്പ് വേണം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ SIP ഡേറ്റ് വരുന്നത് എല്ലാ മാസവും 2-ാം തീയതിയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫസ്റ്റ് SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 25th May 2022 ആണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് SIP ഇൻസ്റ്റാൾമെൻറ്റ് ബാങ്കിൽ ഡെബിറ്റ് ആകുന്നത് 2nd July 2022 ആണ്. ഇനിയിപ്പം SIP എൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് SIP എപ്പോഴാണോ നിങ്ങൾ നിർത്താൻ പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ് ആണ്. സോ SIP എൻഡ് ഡേറ്റിന് ശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റ് ഒന്നും ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, SIP ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്ത യൂണിറ്റ്സ് ഒന്നും എൻഡ് ഡേറ്റിൽ റിഡീം ആവുന്നതല്ല. അപ്പോൾ SIP എൻഡ് ഡേറ്റ് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് തുടരാവുന്നതാണ്. ഇനി SIP നമുക്ക് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? അപ്പം എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിന് മുകളിൽ ഇൻട്രസ്റ്റ് കൂട്ടും. അതായത് ബേസിക്കലി ഇൻട്രസ്റ്റ് ഓൺ ഇൻട്രസ്റ്റ് ആണ്. സോ നിങ്ങളുടെ ക്യാഷ് ഇവിടെ ഇരട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ടൈം കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടുതലായിരിക്കും. സോ SIP ന്ന് എങ്ങനെ നമുക്ക് പവർ ഓഫ് കോമ്പൗണ്ടിങ് കിട്ടും? അപ്പം പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, അതായത് മ്യൂച്വൽ ഫണ്ട് എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന് ബെനിഫിറ്റ് തരുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV ഡെയിലി ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഫണ്ട്സിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിൻ്റെ മുകളിലുള്ള റിട്ടേൺസ് ആണ്. സോ ഇൻവെസ്റ്റേഴ്സ് അവരുടെ റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് മുകളിൽ അവർ റിട്ടേൺസ് ഏൺ ചെയ്യും.
പിന്നെ റിട്ടേൺസ് വീണ്ടും റിട്ടേൺസ് ഏൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ റീഇൻവെസ്റ്റ് ചെയ്യുന്ന എഫക്റ്റിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങളുടെ റിട്ടേൺസ് റീഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടും. അപ്പോൾ അതുവഴി പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന് ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും. ഇക്വിറ്റി ഫണ്ടിലെ പവർ ഓഫ് കോമ്പൗണ്ടിങ് നമുക്കൊരു എക്സാമ്പിൾ ത്രൂ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളിപ്പം ഒരു ഇക്വിറ്റി ഫണ്ടിലേക്ക് മാസം 10,000 rupees വെച്ച് 30 വർഷത്തേക്ക് ഒരു SIP നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് 12% ആനുവലൈസ് റിട്ടേൺസ് ആണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 30 വർഷത്തിലെ SIP ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ നിങ്ങൾക്ക് കാണാം. അപ്പോൾ 30 വർഷത്തേക്ക് ഇവിടെ ആനുവലൈസ് റിട്ടേൺ 12% തന്നെയാണ്. അപ്പം ഇവിടെ അവസാനത്തെ വർഷത്തെ അബ്സല്യൂട്ട് റിട്ടേൺസ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം അത് തുടക്കത്തെ റിട്ടേൺസിനേക്കാളും കൂടുതലാണ്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ 30ാമത്തെ വർഷത്തിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 36 ലക്ഷം രൂപയായിരിക്കും. അതായത് 10,000 rupees വെച്ചിട്ട് 30 വർഷത്തേക്ക്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗെയിൻ എന്ന് പറഞ്ഞാൽ 3,17 ലക്ഷം രൂപയാണ്. അപ്പോൾ 30ാമത്തെ വർഷത്തെ മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റ് വരുന്നത് 40 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് മൊത്തം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ആയ 36 ലക്ഷത്തിനേക്കാളും കൂടുതലാണ്. സോ ഇതാണ് ഇക്വിറ്റി ഫണ്ടിലെ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ SIPs സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമോ? അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പം ജോലി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി വരാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ SIP കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾ SIP നിങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിന് വേണ്ടിയിട്ടുള്ള ഒരു വെൽത്ത് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും സാധിച്ചെന്ന് വരില്ല. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ SIP സ്റ്റോപ്പ് ചെയ്യുന്നതിന് പകരം SIP പോസ് ചെയ്യാം. അതായത് SIP കണ്ടിന്യൂ ചെയ്യാനുള്ള ക്യാഷ് കയ്യിൽ വരുന്ന വരെ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെക്കാം. അപ്പോൾ എത്ര നാളത്തേക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ SIP നിങ്ങൾക്ക് പോസ് ചെയ്യാം. സോ ആ ഒരു ടൈം കഴിഞ്ഞാൽ SIP ഓട്ടോമാറ്റിക്കലി കണ്ടിന്യൂ ആവുന്നതായിരിക്കും. അതായത് ആ ഒരു ടൈം കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളുടെ SIP രജിസ്ട്രേഷൻ പ്രോസസ്സൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു പ്രോസസ്സ് പല ഇൻവെസ്റ്റേഴ്സും തെറ്റായിട്ടാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് പലരും സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന ഒരു ടൈമിൽ ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയല്ല കറക്റ്റ് രീതിയിൽ SIP ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടിയുന്ന ടൈമിലും നിങ്ങൾക്ക് നിങ്ങളുടെ SIP നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ലോവർ ലെവലിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റ്സ് നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ലോങ് റണ്ണിൽ ഒരു ബെറ്റർ റിട്ടേൺസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ഫണ്ടിൻ്റെ ഷോർട്ടേജ് വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ SIP നിങ്ങൾ പോസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാഷിന് ബുദ്ധിമുട്ട് വരുമ്പോൾ SIPs ക്യാൻസൽ ചെയ്യുന്നതിന് പകരം പോസ് ചെയ്യാം. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ SIPs കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ SIPs നിങ്ങൾ ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ മൊത്തം പ്രോസസ്സ് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങളുടെ SIPs പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിങ്ങളുടെ SIP നിങ്ങൾ പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റെഡീം ചെയ്യുക എന്നല്ല അതിൻ്റെ മീനിങ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ല ഫീച്ചറിൽ ഒന്നായിട്ടാണ് ഈ ഫ്ലെക്സിബിലിറ്റിനെ പറയുന്നത്. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ SIP നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് മ്യൂച്വൽ ഫണ്ട് ഹൗസ് നിങ്ങളുടെ അടുത്ത് പെനാൽറ്റി ഒന്നും എടുക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SIP ത്രൂ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഒരു 10 ലക്ഷം രൂപ ഇക്വിറ്റി ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ SIP പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റിൽ വളർന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇക്വിറ്റി ഫണ്ട് NAV നിങ്ങളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോസ്റ്റ് ചെയ്ത് ഒരു മാസം കഴിഞ്ഞപ്പോൾ 2% കൂടിയെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് 10,20,000 വളർന്നിട്ടുണ്ടാകും. അതായത് നിങ്ങളുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ചേഞ്ച് ആവുന്നതായിരിക്കും. അതായത് നിങ്ങളിവിടെ റെഡീം ചെയ്യാതിരുന്നാൽ. ഇനിയിപ്പോൾ നിങ്ങൾ പാർഷ്യലായിട്ട് നിങ്ങൾ റെഡീം ചെയ്താൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ബാക്കി ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് അത് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 1-2 ഇൻസ്റ്റാൾമെൻറ്റ് സ്കിപ്പ് ചെയ്താലും നിങ്ങളുടെ SIP ഇനാക്റ്റീവ് ആവുന്നതല്ല. അപ്പോൾ 1-2 ഇൻസ്റ്റാൾമെൻറ്റ് മിസ്സായാലും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി നിങ്ങളുടെ SIP ക്യാൻസൽ ചെയ്യുമോ പെനാൽറ്റി അടയ്ക്കേണ്ടതായിട്ട് വരുമോ ഒന്നും വരില്ല. ഇനിയിപ്പോൾ നിങ്ങൾ അടുപ്പിച്ച് 3 മാസം നിങ്ങൾ SIP പേയ്മെൻറ്റ് തെറ്റിച്ചാൽ നിങ്ങളുടെ SIP ക്യാൻസൽ ആവും. അപ്പോൾ ഇങ്ങനെ വന്നാൽ ബാങ്ക് നിങ്ങൾക്ക് പെനാൽറ്റി ഇമ്പോസ് ചെയ്യും. സോ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ലേറ്റസ്റ്റ് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.